നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാമ്പ്യൻസ് ലീഗ് ഫൈനലൊക്കെ കഴിഞ്ഞു. ഇനി നേഷൻസ് ലീഗിലോട്ട് കടക്കാനായിട്ട് പോവാണ്. കൂടാതെ RCB വേഴ്സസ് കിങ്സ് ഇലവൻ പഞ്ചാബ് IPL ഫൈനലിൽ നടക്കുകയാണ്. സോ നമുക്ക് ഈ വർഷം പുതിയൊരു IPL വിന്നറിനെ കിട്ടും. ഇൻട്രസ്റ്റിംഗ് ആണ്. എന്തായാലും നോക്കാം. സോ അതിനൊക്കെ മുമ്പ് നമുക്കാണെങ്കിൽ പതുക്കെ കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് ഇന്നത്തെ ഒന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഈ വീഡിയോയിലോട്ട് ഉദ്ദേശിക്കാം. സോ ഫസ്റ്റ് തന്നെ അത്ലറ്റിക്കോമാരുടെ ട്രാൻസ്ഫർ വിൻഡോ അത്യാവശ്യം കുക്ക് ചെയ്യുന്നുണ്ട്. സോ ഓൾറെഡി എലിക്സ് ബീനയുടെ ഡീല് മിക്കവാറും അറിഞ്ഞാണ് VRAയിലുമായിട്ട് ഓൾമോസ്റ്റ് എണ്ണാൻ നിൽക്കുകയാണ്. അതോടൊപ്പം ഇപ്പം രണ്ട് പ്ലേയേഴ്സിന്റെ ഡീൽ ഒരു പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പിയറോ ഹിൻകാപ്പിയ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ബയർ ലെവർകൂസന്റെ ഇക്വഡോറിയൻ ഇന്റർനാഷണൽ. സോ വളരെ ഇന്റഗ്രൽ ആയിട്ട് ചാബി അലോൺസോയുടെ ടീമിൽ എസ്പെഷ്യലി ഈ സീസണൊക്കെ 32 ലീഗ് മാച്ചുകളും കളിച്ച താരമാണ്. 2 ഗോളും 2 അസിസ്റ്റുമാണ് ലീഗിലുള്ള. വേഴ്സറ്റൈലായ അറ്റാക്കിംഗ് ഇൻസ്റ്റിന്റ് ഒക്കെ ഉള്ള, എന്താ പറയുക, ഒരു മോഡേൺ സെന്റർ ബാക്കിന് വേണ്ടി ട്രൈറ്റ്സ് ഉള്ള എല്ലാം ഉള്ള ഒരു പ്ലെയറാണ് ഹിൻകാപ്പിയ. സെന്റർ ബാക്കും കളിക്കാം, വേണ്ടി വന്നാൽ ലെഫ്റ്റ് ബാക്കായിട്ടും ആളെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് ഫുട്ടർ ആണ്, കിഡിലൻ സെന്റർ ബാക്കാണ്, അഗ്രസീവ് ആണ്. നമ്മൾ റൊമേറോയിലൊക്കെ ഇപ്പം അർജന്റീന റൊമേറോ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു സെന്റർ ബാക്കാണ്. സോ ഓൾറെഡി റൊമേറോ ഇൻട്രസ്റ്റ് അവർക്കുണ്ട്. പക്ഷെ ഇപ്പം പീറോ ഹിൻകാപ്പിയ ഡീലിൽ പ്രോഗ്രസ് ചെയ്യുന്നു എന്നാണ് മുന്നോട്ടിപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നത്. ഹിൻകാപ്പിയ കഴിഞ്ഞ ദിവസം മഡ്രിഡിൽ പറന്നെത്തിയിരുന്നെന്നും അത്ലറ്റിക്കുമായിട്ട് ടോക്സ് നടത്താനായിട്ടാണ് താരം വന്നിരുന്നതെന്നുമാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ പീറോ ഹിൻകാപ്പിയ അത്ലറ്റിക്കോ മാഡ്രിഡ് ഡീല് സീരിയസ്ലി വരും ദിവസങ്ങളിൽ പ്രോഗ്രസ് ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. താരം അത്ലറ്റിക്കോയിൽ ജോയിൻ ചെയ്യാൻ റെഡി ആണെന്ന് കേൾക്കുന്നു. സോ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ അത്ലറ്റിക്കോയ്ക്ക് ഫേസ് ചെയ്യേണ്ട ഇപ്പം മറ്റ് ടോപ്പ് ക്ലബ്ബുകളുടെ റഡാറിലുണ്ടെങ്കിലും സീരിയസ്ലി ഒന്നും പ്രോഗ്രസ് ചെയ്യുന്നില്ല. കൂടാതെ താരത്തിൻ്റെയും പ്രിഫേർഡ് ഡെസ്റ്റിനേഷൻ ലലീഗ ആണെന്നും കേൾക്കുന്നുണ്ട്. സോ ഹി പ്രിഫേഴ്സ് അത്ലറ്റിക്കോ മാഡ്രിഡ് എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ നോക്കാനായിട്ടാണ് ജോണി കാർഡോസോ റയൽ ബെറ്റിസിന്റെ അമേരിക്കൻ ഇന്റർനാഷണൽ ആയ മിഡ്ഫീൽഡർ. സോ കാർഡോസോ നമുക്കറിയാം ടോട്ടനാമിന് ഒരു എന്താ പറയുക റൈറ്റ് ടു മാച്ച് എക്സിക്യൂഷൻ അങ്ങനെയാണ്. അതെൻ്റെ എന്താ ഫസ്റ്റ് പ്രിഫറൻസ് അവർക്കുണ്ട്. അതായത് ടോട്ടന ഇപ്പം റയൽ ബെറ്റിസ് ചെയ്തതിന് ടീമായിട്ടൊരു പ്രൈസ് അഗ്രി ചെയ്താൽ ടോട്ടനാമിന് അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റും അങ്ങനെ എങ്ങാണ്ട് ഒരു ഇതുണ്ട്. സോ അത് ലോസൽസോനെ അങ്ങോട്ട് കൊടുത്തപ്പോൾ അവർ വെച്ച ഒരു ഡിമാൻഡാണ്. സോ അവർക്ക് കിട്ടിയ ഒരു റൈറ്റ് ആണ്. സോ ടോട്ടനാം ആ ഡീൽ എൻ്റർ ആവുമെന്ന് അറിയത്തില്ല. പക്ഷേ അസ് ഓഫ് നോ അത്ലറ്റിക്കോ മാഡ്രിഡും ജോണി കാർഡോസോയും തമ്മിൽ പേഴ്സണൽ ടൈംസ് എല്ലാം അഗ്രി ചെയ്തു. ഇപ്പം റയൽ ബെറ്റിസുമായിട്ട് ടോക്സ് നടത്തുവാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുപോലെ തന്നെ അടുത്ത അപ്ഡേറ്റ് പറയാനായിട്ടാണെങ്കിൽ നമുക്കറിയാം ജോൺ ഗാർഷ്യ ബാർസലോണ ഇപ്പം ടാർഗറ്റ് ചെയ്യുന്ന ഗോൾ കീപ്പർ. മേ ബി ഇപ്പം ഹിയർ വി ഗോ ഇന്നോ നാളെയോ വരും നാളുകൾ ഓർത്തിരുന്നതാണ്. പക്ഷേ ഒന്നും വന്നില്ല. ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ എസ്പാനിയോൾ ക്യാമ്പ് ഹാപ്പി അല്ല പുള്ളി ബാർസലോണയുടെ ടേംസ് അഗ്രി ചെയ്യുന്നതെന്ന് വാർത്തകൾ വരുന്നുണ്ട്. സോ എസ്പാനിയോളിലെ ഡെലിഗേറ്റ്സും മറ്റുമൊക്കെ വേറൊരു ക്ലബ്ബ് ചൂസ് ചെയ്യും. ഫാൻസിൻ്റെ ഇടയിലും അതുപോലെ മാനേജറിൻ്റെ ഇടയിലും ഒരു മോശം ഇമ്പ്രഷൻ ആക്കി പോവേണ്ട എന്നൊക്കെ ആളോട് പറഞ്ഞതും ആള് വീണ്ടും റീകൺസിഡർ ചെയ്യുവാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഫാബ്രീസി ഉൾപ്പെടെയുള്ളവരെല്ലാം അത് കൺഫേം ആക്കിയിട്ടുണ്ട്. ആസ് പെർ ദ റിപ്പോർട്ട്സ് ജോൺ ഗാർഷ്യ ഇപ്പോൾ ഇതുവരെ ഗ്രീൻ ലൈറ്റ് കൊടുത്തിട്ടില്ല. പുള്ളി പോസിറ്റീവായിട്ട് എസ്പാനിയോൾ വിടാനായിട്ടാണ് പ്ലാൻ ചെയ്തത്. സോ ബാർസലോണയായിട്ട് ഓൾമോസ്റ്റ് എല്ലാം അഗ്രി ചെയ്ത് നിന്നതാണ്. പക്ഷേ ലാസ്റ്റ് മൊമെന്റ് ഇപ്പോൾ ആൾ ജസ്റ്റ് ഒന്ന് വലിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഫാബ്രിസിയോയും അതുപോലെ തന്നെ മാർക്കയും മുണ്ടോടിപ്പട്ടയും എല്ലാം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് സീ ഡീൽ ഓഫോ മറ്റൊന്നും ആയിട്ടില്ല. ബട്ട് എന്തേലും എങ്ങനെയും ഇപ്പം എന്നാ പറയുക എസ്പാനിയോളിനെ വെറുപ്പിക്കാതെ പുള്ളിക്ക് പോകണം. അതാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ബയർ ലെവർകൂസൻ ഫ്ലോറിയം വിറ്റ്സ് ലിവർപൂൾ ഡീൽ. നമുക്കറിയാം ഇങ്ങനെ നിൽക്കുവാണ്. അതിൻ്റെ ഇടയിൽ ഇപ്പം പ്ലറ്റംബർഗ് ഒരു റിപ്പോർട്ടോടെ വന്നിട്ടുണ്ട്. ലിവർപൂളും ബയർ ലെവർകൂസനും ഇപ്പം പ്രൈസ് താഴ്ത്താനായിട്ടും കൂടാതെ എന്താ പറയുക ഒരു ഫേവറബിൾ ഇതിലോട്ട് എത്താനായിട്ട് പ്ലേയേഴ്സിനെ ഡീൽസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ റെഡിയാണെന്ന് കേൾക്കുന്നു. ഏലിയട്ടും ക്വാൻഷേലും ലെവർകൂസൻ ഇൻട്രസ്റ്റ് ഉണ്ട്. സോ അവരെ ഫ്ലോറിയം വിറ്റ്സ് ഡീലിലോട് ഉൾപ്പെടുത്തി ആ പ്രൈസ് കുറയ്ക്കാനായിട്ടുള്ള നീക്കങ്ങൾ രണ്ട് പാർട്ടീസും തമ്മിൽ നടത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ഇപ്പോൾ ആ ഡീല് വലിയുന്നതിൻ്റെ വൺ ഓഫ് ദ റീസൺ, അതായത് ഒന്നും ഡൺ അല്ല, ഡീൽ ഉൾപ്പെടുത്താം ഇന്നാണ് പ്രൈസ് എന്നുള്ള കാര്യത്തിൽ ഒന്നും ഡൺ ആയിട്ടില്ല. പക്ഷേ എങ്ങനെയും ഇപ്പോൾ 150 മില്യൺ ആണല്ലോ ടോട്ടൽ പാക്കേജ് കേൾക്കുന്നത്. സോ ആ ടോട്ടൽ പാക്കേജിൽ ഈ ക്വാൻഷാനെയും ഏലിയട്ടിനെ ഉൾപ്പെടുത്തി പ്രൈസ് എത്ര കുറയ്ക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുവാണെന്ന് വാർത്തകൾ വരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ. അതുപോലെ തന്നെ ബയർ ലെവർകൂസൻ ആണെങ്കിൽ മാർക്ക് ഫ്ലെക്കനെ സൈൻ ചെയ്തിട്ടുണ്ട് ബ്രെൻഫോർഡിന്റെ ഗോൾ കീപ്പറായ 10 മില്യൺ യൂറോസിനാണ്. ബ്രെൻഫോർഡ് റീപ്ലേസ്മെന്റ് ആയിട്ട് കെലഹറിനെയാണ് കാണുന്നതെന്ന് കേൾക്കുന്നു. 18 മില്യൺ പൗണ്ട്സിന്റെ ഒരു പാക്കേജ് ആണ് ലിവർപൂൾ കെലഹറിന് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് പെഡ്രോ ഗോൺസാൽവസിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സീരിയസ്ലി ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന് എബോളയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എബോളയുടെ റിപ്പോർട്ട് പ്രകാരം ബ്രൂണോ ഫെർണാണ്ടസ് ക്ലബ്ബ് വിടുവാണെങ്കിൽ പെഡ്രോ ഗോൺസാൽവസ് ആണ് ഇങ്ങേറെ, അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെയും റൂബൻ അമോറിമിന്റെയും അതുപോലെ തന്നെ സാർ ജിം റാഡ്ക്ലിഫിന്റെ റീപ്ലേസ്മെന്റ് ആയിരിക്കുക എന്നാണ്
അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ആസ് പെർ ദ റിപ്പോർട്ട്സ് ബ്രൂണോ ഫെർണാണ്ടസ് പോയാൽ മാത്രമേ ആളെ സൈൻ ചെയ്യത്തുള്ളൂ എന്നും കേൾക്കുന്നുണ്ട്. ആളൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കം വിങ്ങർ കളിക്കാൻ കപ്പാസിറ്റി ഉള്ള പ്ലെയർ ആണ്. ലാസ്റ്റ് ഇയർ 14 ലീഗ് മാച്ചസേ കളിച്ചിട്ടുള്ളൂ. ചെറിയ ഇഞ്ചുറിയോ മറ്റോ ഒക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. 5 ഗോളും 4 അസിസ്റ്റും ഉണ്ട് ആ 14 മാച്ചുകളിൽ നിന്ന്. സോ അത്യാവശ്യം ഗോൾ ഔട്ട്പുട്ട് തരുന്ന പ്ലെയർ ആണ്. 26 വയസ്സുകാരനാണ്. സോ ലെറ്റ്സി. അതുപോലെ തന്നെ എമി മാർട്ടിനസ് യുണൈറ്റഡ് ലിങ്ക്സ് സൺ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സണ്ണിന്റെ റിപ്പോർട്ട് പ്രകാരം എമി മാർട്ടിനസിന്റെ പ്രിഫേർഡ് ഡെസ്റ്റിനേഷൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. മാൻ യുണൈറ്റഡുമായിട്ടാണ് എമി എന്താ പറയുക സീരിയസ് ടോക്സ് നടത്തിയെന്നുള്ള രീതിയിലാണ് സണ്ണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ഡണ്ണായെന്നോ പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്യുന്നോ മറ്റോ ഒന്നുമല്ല. ബട്ട് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് സീരിയസ് ടാർഗറ്റ് എന്ന് കേൾക്കുന്നു. സോ ലെറ്റ്സി. ആൻഡ്രെ ഒനാന സെയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓഫർ വന്നാൽ നടത്തുമെന്ന് കേൾക്കുന്നുണ്ട്. സൗദി ക്ലബ്സിൽ നിന്നും ഇൻട്രസ്റ്റ് വരുന്നു ഒനാനയ്ക്ക് എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. സോ ലെറ്റ്സി. എമി മാർട്ടിനസ് ആയിരിക്കും റീപ്ലേസ്മെന്റ്, ഡോണ്ട് നോ. അതുപോലെ തന്നെയാണ് ടോട്ടൻഹാം ഹോട്ട്സ്പർ ആങ്കെ പോസ്റ്റക്കോഗ്ലുവിനെ സാക്ക് ചെയ്യാനായിട്ടുള്ള ഡിസിഷൻ എടുത്തു എന്നാണ് സാഷ ടവലിയർ റിപ്പോർട്ട് ചെയ്യുന്നത്. സാഷ ടവലിയർ 100% റിലയബിൾ അല്ല. പക്ഷേ ഈ സീസൺ ആള് പറഞ്ഞ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. സോ പുള്ളി വീണ്ടും വീണ്ടും പറയുന്നത് ആങ്കെ പോസ്റ്റക്കോഗ്ലു വിൽ ബി സാക്ക്, ഡിസിഷൻ ഹാസ് ബീൻ മെയ്ഡ് എന്നാണ്. അതുപോലെ തന്നെ ഇപ്പം ആങ്കെ പോസ്റ്റക്കോഗ്ലുവിനെ സാക്ക് ചെയ്യുവാണെങ്കിൽ പ്രയോറിറ്റി ടാർഗറ്റ് തോമസ് ഫ്രാങ്ക് ആണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ബ്രെൻഫോർഡിന്റെ കോച്ചായ തോമസ് ഫ്രാങ്ക് ആയിരിക്കും ടോട്ടൻഹാം ഹോട്ട്സ്പറിന്റെ റീപ്ലേസ്മെന്റ്, അതായത് ആങ്കെ പോസ്റ്റക്കോഗ്ലുവിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് വരിക എന്നാണ് സാഷ ടവലിയർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നാപ്പോളി വിക്ടർ ഗ്യോക്കറസ് ഡീലിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. സോ ആസ് പെർ ദ റിപ്പോർട്ട്സ് വിക്ടർ ഗ്യോക്കറസ് നാപ്പോളി ടോക്സ് നടത്തി. അവരാണെങ്കിൽ ഇപ്പം ഗ്യോക്കറസിനെ സീരിയസ്ലി ഒരു ക്ലബ്ബ് ആയിട്ട് ടോക്സ് നടത്തി പ്രോഗ്രസ് ചെയ്യുന്നു, ടേംസ് അഗ്രീഡ് എന്ന് പറഞ്ഞ ഒരു വാർത്തയും വന്നിട്ടില്ല. ആർസണൽ ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നു. പക്ഷേ ആർസണൽ ഇപ്പോൾ സെസ്കോയിലോട്ട് പോയി. ചെൽസിയും ലിവർപൂളിനെയും ടാർഗറ്റ് എക്കിറ്റിക്കയാണ്. അതുപോലെ തന്നെ ഗോൺസാലോ റാമോസും ലിവർപൂൾ ലിങ്ക്സ് കാണുന്നുണ്ട്. സോ അതിനാൽ തന്നെ ഇപ്പം ഇപ്പം ബാർസലോണ ആണെങ്കിലും റയൽ മാഡ്രിഡ് ആണെങ്കിലും ഗ്യോക്കറസ് ഡീൽ സീരിയസ്ലി അത്ലറ്റിക്കോ ആണെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഒരു പോയിന്റിൽ. പക്ഷേ ഇപ്പോൾ എൻ്റർ ആകുന്നതായിട്ട് കാണിക്കുന്നില്ല. ബയൺ മ്യൂണിക്ക് ഇൻട്രസ്റ്റ് കാണുന്നില്ല. സിരിയയിൽ നാപ്പോളിയാണ് ഏറ്റവും ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. സോ നാപ്പോളി ഗ്യോക്കറസ് ലിങ്ക്സ് ആണ് ഇപ്പം കൂടുതൽ കാണുന്നത്. ആ നാപ്പോളി സീരിയസ്ലി കൺസിഡർ ചെയ്യുകയാണ് വിക്ടർ ഓസിമെന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് താരത്തെ നിന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലുക്കാക്കു നമുക്കറിയാം 30+ ആണ്. ലുക്കാക്കു അവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും സോ അവർ ഗ്യോക്കറസിനെ ആഡ് ചെയ്ത് മേ ബി ലുക്കാക്കുവിന് ഒരു കോമ്പറ്റീഷൻ കൊടുക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. കൂടാതെ ലുക്കാക്കു, റാസ്പഡോറി, ഇപ്പൊ നമുക്കറിയാം 2 സെന്റർ ഫോർവേഡ്സ് വെച്ച് പുള്ളി കളിക്കും. സോ അതിനകത്ത് തന്നെ ഗ്യോക്കറസോടെ വന്ന് അവിടെ അവർക്കൊരു കോമ്പറ്റീഷൻ കൊടുക്കുക ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഡെലാപ്പ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ എല്ലാം കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് ചെൽസി ആയിട്ട്. അതുപോലെ തന്നെ റോഡ്രിഗോ സ്റ്റേ ചെയ്യാനായിട്ടുള്ള ഡിസിഷൻ എടുത്തു. അത് മാനേജ്മെന്റിനെ അറിയിച്ചു. തനിക്ക് പോകാനായിട്ട് താല്പര്യമില്ല എന്നുള്ള കാര്യം അറിയിച്ചതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലാസിയോ നമുക്കറിയാം മാർക്കോ ബറോണി, അവരുടെ മുൻ കോച്ച് മാർക്കോ ബറോണി സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരുന്നു. ലാസിയോ ലീഗിൽ 7th ആണ് ഫിനിഷ് ചെയ്തത്. സോ ചാമ്പ്യൻസ് ലീഗും യൂറോപ്പ ലീഗും മിസ് ചെയ്തു. കോൺഫറൻസ് ലീഗിലോട്ടാണ് തോന്നുന്നു ലാസിയോ പോയിക്കുന്നത്. സോ മാർക്കോ ബറോണി സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരുന്നു. മാർക്കോ ബറോണി റീപ്ലേസ്മെന്റ് ആയിട്ട് വരിക മൗറിസിയോ സാരിയാണ്. നമുക്കറിയാം സാരി കുറച്ച് നാൾ മുമ്പ് ഇഗോർ ടിഡോറിന് സാരിയിലെ ഇഗോർ ടിഡോർ ഏറ്റെടുത്തു. ഇഗോർ ടിഡോറിന്റെ മാർക്കോ ബറാനി ഏറ്റെടുക്കുമായിരുന്നു. സോ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. വീണ്ടും സാരി തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു 2 year കോൺട്രാക്ട് ആയിരിക്കും സാരി സൈൻ ചെയ്യാമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ ഇതൊക്കെയാണ് ട്രാൻസ്ഫർ ലോകത്ത് നടക്കുന്ന വാർത്തകളും മറ്റുമൊക്കെ. നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളത് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.